കേരളത്തിലൊരു സംരംഭം തുടങ്ങാൻ അധികം പേരും മടിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ മടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു സപ്പോർട്ടുകളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തും മറ്റ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആ പറയുന്നതോട് 100% എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന് ഈ മണ്ണെന്താണെന്ന് അറിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശേഷിയും നമുക്കുണ്ട്. നമ്മളിവിടെ തന്നെ ജനിച്ചു വളർന്നുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാനുള്ള ഇതുണ്ട്. നമ്മളിപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിൽ ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുള്ള കുറേ നല്ല കാര്യങ്ങളും അതിൻ്റെ അപ്പർ സൈഡിലുണ്ട്. ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ്ങിൽ നമുക്ക് വെറും 3 മണിക്കൂർ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഒരു 3 വർഷത്തേക്ക് നമുക്ക് ഒരു ലൈസൻസും എടുക്കണ്ട നമ്മൾ ബിസിനസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിൻ്റെ ആ പ്രൊസീജിയറെല്ലാം നമ്മൾ നിയമങ്ങൾ എന്താണോ അത് പാലിച്ച് തന്നെ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് സബ്സിഡികൾ കിട്ടുന്നുണ്ട്, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമുക്ക് പാർക്കുകൾ എന്താ പറയുക, ഇപ്പം ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. കിൻഫ്രയിൽ സ്ഥലം തന്നിരിക്കുന്നത്. കളമശ്ശേരി കിൻഫ്രയിൽ ഞങ്ങൾക്ക് സ്ഥലം തന്നു. ഞങ്ങളവിടെ ബിൽഡിംഗ് പണിതു. ബിസിനസ് ഇപ്പം ഏപ്രിലിൽ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വളരെയധികം കേരളത്തിൻ്റെ സാധ്യതകൾ കണ്ടറിഞ്ഞ് ഗവൺമെൻറ് നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. അതിൽ എല്ലാം വിജയിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ആൾക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് 100 സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ 10 സ്റ്റാർട്ടപ്പാണ് വിജയിക്കുന്നുണ്ട്. അതിൻ്റെ അണ്ടറിൽ 10-50 കുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗവൺമെൻറ് സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്.